Again, ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു മോട്ടിവേഷൻ സെഷൻ ആയിരിക്കും നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്, അല്ലെ? പക്ഷെ ഇന്നത്തെ സെഷൻ മോട്ടിവേഷൻ സെഷൻ അല്ല. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമാസ് ഉണ്ട്, അല്ലെ? പക്ഷെ രജനീകാന്തിന്റെ ഫിലിംസ് ഉണ്ട്. ഇതിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഏത് സിനിമയാണ്? രജനീകാന്തിന്റെ സിനിമകളായിരിക്കും നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ പിടിച്ചിരുത്തുക. പക്ഷെ ഇതിനകത്ത് ഏതിനകത്താണ് റിയാലിറ്റി കാണിക്കുന്നത്? യഥാർത്ഥ ജീവിതത്തിന്റെ റിഫ്ലക്ഷൻ ഏത് സിനിമയിലാണ്? ഡെഫിനറ്റ്ലി അടൂർ സാറിന്റെ സിനിമയിലായിരിക്കും. പക്ഷെ അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് ഒരു അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ആഹ് കാര്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മാറ്റം ഉറപ്പായും കൊണ്ടുവരാൻ സാധിക്കുന്ന, നിങ്ങളുടെ സ്റ്റഡീസിനെ ഈ പറഞ്ഞ ഉഷാറാക്കാൻ സഹായിക്കുന്ന പ്രാക്ടിക്കൽ ടിപ്സ്. അല്ലാതെ ഇവിടെ നിങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ ഷുഗർ കോട്ട് ചെയ്ത് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കുറെ പച്ചയായ സത്യങ്ങളും പച്ചയായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. മോട്ടിവേഷൻ. മോട്ടിവേഷൻ. എല്ലാവരും മോട്ടിവേഷൻ തേടിയുള്ള യാത്രയിലാണ്. മോട്ടിവേഷൻ കിട്ടിയാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നതാണ്. ഞാനും ധാരാളം മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. പക്ഷെ ഞാൻ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. മോട്ടിവേഷൻ ഷോർട്ട് ലിവ്ഡ്. തുടക്കം കിട്ടാൻ മോട്ടിവേഷൻ അടിപൊളിയാണ്. പക്ഷേ ആ ഫിനിഷ് ലൈനിലേക്ക് എത്തിക്കാൻ മോട്ടിവേഷൻ എപ്പോഴും സാധിക്കില്ല. ബിക്കോസ് മോട്ടിവേഷന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ തിരിച്ചറിയാം. മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെ എത്തില്ല. മോട്ടിവേറ്റഡ് ആയാൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ മോട്ടിവേഷൻ അല്ല വേണ്ടത്, ഡിസിപ്ലിൻ ആണ്. ഇന്നത്തെ ക്ലാസ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ്. അതാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനം. കാര്യം മോട്ടിവേഷൻ വരും പോവും, വരും പോവും, വരും പോവും, അല്ലെ? മരുഭൂമിയിലെ മഴ പോലെയാണ്. പക്ഷെ ഡിസിപ്ലിൻ, സിസ്റ്റംസ്, ടൂൾസ്, കൺസിസ്റ്റൻസി, ഗ്രിറ്റ്, കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ, പെർസിസ്റ്റൻസ്, ഇതൊന്നും അങ്ങനെ വന്നു പോകുന്ന ക്വാളിറ്റീസ് അല്ല. വൺസ് നമ്മൾ ഇതൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാവുന്നവരൊക്കെ നമ്മുടെ കൂടെ കാണും. അതാണ് നമുക്ക് എന്താ പറയാ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. മോട്ടിവേഷൻ അല്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇന്നത്തെ ടോപ്പിക് ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അഗെയിൻ പറയാണ്, ഇന്നത്തെ ക്ലാസ് ഒരു പക്ക റിയലിസ്റ്റിക് മെന്റാലിറ്റിയോട് കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള സയൻസ് ബാക്ക് ടിപ്സ്, ഇപ്പം ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെ? വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ കുറെ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിലും സ്റ്റുഡൻസിന്റെ ജീവിതത്തിലും ഒക്കെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണടച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് പകർത്താം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയും ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇത് അത്ര സയൻസ് ബേസ്ഡ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് കുട്ടികളെ, പോവുകയാണ്. എഗെയിൻ, മോട്ടിവേഷൻ ഒരു സ്കാം ആണെന്ന് ഞാൻ പറയാനുള്ള റീസൺ അതാണ്. മോട്ടിവേഷൻ വേണം. മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ നമ്മളൊരു കാര്യം ചെയ്യൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് പലപ്പോഴും പല കുട്ടികളും പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ സെഷൻ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട റീസൺ ആണ്, നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ ജസ്റ്റ് കണ്ടന്റ് പഠിപ്പിക്കുക, സിലബസ് തീർക്കുക, പറഞ്ഞു വിടുക എന്നുള്ള പർപ്പസ് അല്ല. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, അല്ലെ, നിങ്ങളുടെ മാനസികാവസ്ഥയും നമുക്ക് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. മനസ്സാണ് ദൈവം. മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്. മോട്ടിവേഷൻ അതൊരു സ്കാം അല്ലെങ്കിൽ ഉടായ്പ തന്നെയാണ്. അതിനെ നമ്മൾ നോക്കിക്കാണുന്ന രീതി അനുസരിച്ചിരിക്കും. കാര്യം എല്ലാവരുടെ വിചാരം എന്താണെന്നറിയോ? മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ആവേശം കിട്ടിയിട്ട് നമുക്ക് ആക്ഷൻ, അതിപ്പോ പഠനമാവാം, എന്തും ആവാം. നിങ്ങൾക്ക് എന്ത് ആക്ഷനും മോട്ടിവേഷൻ വേണം, അല്ലെ? ആക്ഷനിലേക്ക് പോകാം. ആദ്യമേ മോട്ടിവേഷൻ കിട്ടിയിട്ട് ആക്ഷനിലേക്ക് പോകാം. ഇതാണ് പൊതുവെയുള്ള രീതി. പക്ഷെ ഇപ്പൊ പുതിയ ന്യൂറൽ സയൻസ് പറയുന്നത് അതൊന്നും അല്ല. മോഡേൺ ഫൈൻഡിങ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. വൺസ് നമ്മൾ ആക്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മോട്ടിവേഷൻ കിട്ടും. മോട്ടിവേഷൻ കിട്ടും. ഈ ഒരു ചേഞ്ച്, അത് മോട്ടിവേഷൻ വന്നിട്ട് ആക്ഷനിലേക്ക് പോവുകയല്ല, ആക്ഷൻ ചെയ്ത് അതിൽ കൂടെ മോട്ടിവേഷൻ കണ്ടെത്തി സസ്റ്റൈനബിൾ ആയിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തണം. നമ്മളെല്ലാവരും ഇവിടെ കിടക്കണം. മോട്ടിവേഷൻ വന്നിട്ട് അങ്ങ് മല മറിക്കാം, അല്ലെങ്കിൽ സമുദ്രം കീഴടക്കാം, എവറസ്റ്റ് കീഴടക്കാം എന്നുള്ള മൈൻഡ് സെറ്റാണ് എല്ലാവരും. ആ മൈൻഡ് സെറ്റ് റോങ് മൈൻഡ് സെറ്റ് ആണ്. ഫസ്റ്റ് ആക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുക. ആക്ഷൻ ഇൻഡ്യൂസ്ഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര സ്വർഗമാണ്. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇവിടെ കാണുന്ന മോട്ടിവേഷൻ ഇറ്റ്സ് നോട്ട് എ ബെസ്റ്റ് ഫ്രണ്ട്. അത് ജസ്റ്റ് വന്നു പോകുന്ന ഒരു അതിഥി മാത്രമാണ്. അപ്പൊ ഇതിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ, അച്ചടക്കം. അതിന് ടൂൾസ് ഉണ്ട്. സി, നമ്മുടെ സ്പീഷീസ് ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷമായി.
നമ്മൾ ഈ പറയുന്ന പോലെ സയന്റിഫിക് ആയിട്ട് നമ്മുടെ മനസ്സിനെ വിശകലനം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആവുന്നുള്ളൂ. പക്ഷെ പ്രൂവൺ ആയിട്ടുള്ള കുറെ ടെക്നിക്സും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മളങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പൊ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണം, അല്ലെ? ആറാം തമ്പുരാനെ മോഹൻലാൽ പറയുന്നുണ്ട്, അല്ലെ? ആരാണ് നീ എന്ന് നരേന്ദ്രപ്രസാദ് ചോദിക്കുമ്പോൾ ശങ്കരനും എല്ലാവരും തേടി ഉത്തരം അത് തന്നെ, ഞാൻ ആ ഉത്തരം തേടി അലയുന്നു എന്നൊക്കെ പറയുന്നത്. ആരാണ് ഞാൻ, അല്ലെങ്കിൽ ആരാണ് നീ, ആ വൈ, എന്തിനാണ് അവർക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ചോദ്യം. ഇത് ഫിലോസഫിക്കലായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട, വെറും പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന മതി. നമ്മുടെ വൈ ഡു യു വാണ്ട് ദിസ് ജോബ്? നിങ്ങൾ സിവിൽ സർവീസസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? വൈ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി അവിടെ കഴിഞ്ഞു. ചില ആൾക്കാരുണ്ട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രം ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അവർ വീട്ടുകാരുടെ സമയം കളയാണ്, നാട്ടുകാരുടെ സമയം കളയാണ്, ടീച്ചേഴ്സിന്റെ സമയം കളയാണ്, അവരുടെ സ്വന്തം സമയം കളയാണ്. അതൊരു പ്രോപ്പർ റീസൺ അല്ല. അങ്ങനെ വെറുതെ ഒരു പുറത്തു നിന്നുള്ള ഒരു മോട്ടിവേഷന്റെ പേരിൽ, പുറത്തുള്ള ഒരു പുഷിന്റെ പേരിൽ മാത്രം പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ, അങ്ങനെ പഠിച്ചു തുടങ്ങി പിന്നെ സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആയ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ആ ലെവലിലേക്ക് എത്തണം. അല്ലാതെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ നാട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പഠിക്കാം എന്നുള്ള സ്കീമിൽ വന്നു കഴിഞ്ഞാൽ ഈ വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. കാര്യം നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഈ ഒരു യാത്രയിൽ. ഒരു ഒരു ഗവൺമെന്റ് ജോബിന്റെ പ്രിപ്പറേഷന്റെ യാത്രയിൽ നമ്മൾ ശരിക്കും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഉറക്കം കളയേണ്ടി വരും, ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, നമുക്ക് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ചെലവഴിക്കുന്ന ടൈം, ഫാമിലി ടൈം, അതൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിനുള്ളിൽ ഗിൽട്ട് ഉണ്ടാവും. എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്, ഇതൊക്കെ മീനിങ്ലെസ് ആണെന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വരും. അപ്പൊ ആ ചോദ്യത്തിനെ നേരിടണമെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട്, എന്തിനാണ് ഇത്ര സാക്രിഫൈസ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ഇത്രയും മെനക്കെടുന്നത് എന്നുള്ള ഈ ചോദ്യത്തിന് ഉത്തരം കൈ വേണം. മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ ചോദ്യത്തിന് ഉത്തരം സിമ്പിൾ ആണ്. ടു ബിൽഡ് ലൈഫ്, അല്ലെ? ഇപ്പോ അംബാനിയുടെയോ അദാനിയുടെ മക്കളാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് ബീൻ ടേക്കൺ കെയർ ഓഫ് അവരുടെ ലൈഫ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ആവറേജ് ഇന്ത്യൻ മലയാളിയെ സംബന്ധിച്ച് അവന് അല്ലെങ്കിൽ അവക്ക് ആ ജീവിതം കെട്ടിപ്പടുത്തണം, ലൈഫ് ബിൽഡ് ചെയ്യണം. അത് അവരുടെ ടേംസിൽ തന്നെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ലൈഫ് കെട്ടിപ്പടുക്കണം. അച്ഛനപ്പൂപ്പന്മാര് കാരണവന്മാരായിട്ട് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല, നമുക്ക് ജീവിക്കാൻ മതി. അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, സ്വന്തം ജീവിതം മറ്റാരുടെ അടിമയാവാതെ ജീവിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി വേണം. അത് ഏറ്റവും അടിപൊളി ഓപ്ഷൻസിൽ ഒന്നാണ് ഗവൺമെന്റ് സർവീസ്. അത് മാത്രമാണെന്നല്ല പറയുന്നത്, പക്ഷെ ഏറ്റവും നല്ല ഓപ്ഷൻസിൽ ഒന്ന് ഗവൺമെന്റ് സർവീസ് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത് പറയുന്നത്. പണ്ടൊക്കെ എങ്ങനെ ഒരു ഈവൻ ഒരു 15 ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ പോലും ഓക്കെ, കുട്ടിക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങനെയല്ല. കഴിഞ്ഞ ജനറേഷനും കുഴപ്പമില്ല, അത് പിന്നെ തട്ടിമുട്ടി പോയി. ഇനി അങ്ങോട്ടുള്ള നിങ്ങൾക്കൊരു ജോലി ഇല്ല, സ്വന്തം കാലം നിൽക്കുന്നില്ല, സ്വന്തം ഒരു വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സീനായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഷിഫ്റ്റ്, ഒരു മോറൽ ഷിഫ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളുടെ കേസിൽ പണ്ട് എങ്ങനെയാണെന്ന് പറയാം, ഇവിടെ ജെൻഡർ ബയാസ് പറയുകയല്ല, റിയാലിറ്റി നിങ്ങൾ പ്രസന്റ് ചെയ്യാണ്. ഇപ്പോഴും പല കുട്ടികൾക്കും മോട്ടിവേഷന് കുറവുണ്ടോ, ഒന്നും വേണ്ട, കെട്ടിയവന്റെ ചെലവിൽ ജീവിക്കാം, അല്ലെങ്കിൽ എനിക്ക് ജോലിയും കുഴപ്പമില്ല, പാർട്ണർക്ക് ജോലി ഉണ്ടല്ലോ ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാറ്റിവെക്കുക. കാര്യം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മുടെ ലൈഫ് എക്സ്പെൻസ് അത്രയും കൂടുക, നല്ല ചെലവാണ്. രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ കെയറിങ്ങും അവിടെ ഉണ്ടാവുള്ളൂ. അത് മറ്റൊരു വഴിയാണ്. എന്തിനാണ്? നമുക്ക് ജീവിതം കെട്ടിപ്പടുക്കാനാണ്. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇപ്പോൾ ഗവൺമെന്റ് ജോബ് ഇല്ലെങ്കിൽ പോലും ദേ ആർ ഗുഡ്, അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? പക്ഷെ അവർക്കും സ്ട്രോങ് ആയിട്ടുള്ള വഴി ഉണ്ട്. ഇപ്പൊ എന്റെ കഴിഞ്ഞ ബാച്ചിലർ സ്റ്റുഡന്റ്, ഞാൻ പേര് പറയുന്നില്ല, അതിന് ഗവൺമെന്റ് ജോബിന്റെ ആവശ്യമില്ല. പേരൻസിന് ഇഷ്ടം അദ്ദേഹത്തെ ബിസിനസ്സിലേക്ക് അയക്കാനാണ്. അദ്ദേഹത്തിന്റെ പേരൻസും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം ബിസിനസിന്റെയാണ്. പക്ഷെ അദ്ദേഹം കഷ്ടപ്പെട്ട് ഗവൺമെന്റ് ജോബിന് വേണ്ടി പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൈ എന്ന് പറയുന്നത് കരിഷ്മയാണ്. ഒരു ഗവൺമെന്റ് സർവീസ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ, പവർഫുൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ആൾക്കാർ അയാളെ നോക്കിക്കാണുന്ന രീതി, അയാൾക്ക് ഓരോ ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ച്, ആ ചേഞ്ച് കാണുമ്പോഴത്തേ അയാൾക്ക് കിട്ടുന്ന പ്ലഷർ, അത് എന്ത് ചെയ്താലും അയാൾക്ക് പുറത്തുനിന്ന് കിട്ടില്ല. അപ്പൊ അതാണ് അയാളുടെ വൈ. അപ്പൊ നിങ്ങളുടെ വൈ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഇതിന് മറ്റാർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ജനറലി ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. കാര്യം എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ഒറ്റ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? ഇത്രയും കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? നിങ്ങൾ ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നിങ്ങളുടെ സ്വപ്നം, ആ ജോലി കിട്ടിയെന്നിരിക്കട്ടെ, കിട്ടിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്കും ഇത്രയും കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് കിട്ടിയ ഈ സാധനത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് അപ്പം ചിന്തിക്കാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഫൈൻഡ് യുവർ വൈ. ഇതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി കുത്തിയിരുന്ന് പഠിച്ചോളും, മോട്ടിവേഷൻ ഒക്കെ താനെ വന്നോളും.
പിന്നെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ. അതെ, ചില കാൻഡിഡേറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സംബന്ധിച്ച് സ്റ്റഡീസ് അവർക്ക് റൊട്ടീനാണ്. ഇപ്പൊ എക്സാം കഴിയുമല്ലോ, എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ അവർ ഒരു മൂഡ് ഓഫ് ആയിരിക്കും, ഡിപ്രഷൻ ഒക്കെ ആയിരിക്കും. എന്തുകൊണ്ടാ? പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പഠനം എന്ന് പറയുന്നത് അവരുടെ ഒരു ലൈഫിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഒരു ദിവസം എക്സാം ഇനിയും പഠിക്കേണ്ട, അവർ അടുത്ത എക്സാം ഉടനെ ഇല്ല, എന്നാൽ പോലും ഒരു ദിവസം അവർ കുറച്ച് പുസ്തകം വായിക്കാതിരുന്നെങ്കിൽ അവർ മൂഡ് ഓഫ് ആവും. മനസ്സിലായല്ലോ? അതാണ് ലെവൽ ഓഫ് ഡെഡിക്കേഷൻ, സാക്രിഫൈസ്. ഈ കാൻഡിഡേറ്റ്സ് ഒക്കെ നല്ല ടോപ്പ് 20 റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സാം കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്താണ് പറയുന്നത്, റെസ്റ്റ് ആണോ? സാർ റെസ്റ്റ് എടുക്കാൻ തോന്നുന്നില്ല, ഒരു വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയില്ലേ, ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ദിവസം ഡ്രഗ് എടുക്കാതിരുന്നെങ്കിൽ വിഡ്രോവൽ സിൻഡ്രോം വരില്ലേ, ആ രീതിയിലുള്ള വിഡ്രോവൽ സിൻഡ്രോം വരും. അവർ ചുമ്മാ കയറി ക്ലാസ് ഒക്കെ കളഞ്ഞ് നോട്ട്സ് വായിച്ച് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, ആ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഒരു വിഡ്രോവൽ സിൻഡ്രോത്തിലേക്ക് പോലും നമ്മളെ കൊണ്ട് എത്തിക്കാൻ പവർഫുൾ ആയ ഒരു ഇതാണ് സ്റ്റഡീസ്, ലേണിംഗ്, അറിവ് എന്ന് പറയുന്നത്. അപ്പൊ അത് ലൈഫ് ലോങ് പ്രോസസ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമൂഹം ഈ വൈക്ക് പല ഡയമെൻഷൻ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ കമന്റ് ചെയ്യാവോ നിങ്ങളുടെ വൈ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യാവോ? ഈ ക്യൂരിയോസിറ്റി, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അറിയാനായിട്ട്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയുന്നു. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, എക്സാക്ട്ലി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് മറ്റുള്ളവരുടെ വൈ? സർവീസ്. യെസ് ഗ്രീഷ്മ, വെരി ഗുഡ്. ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ബെറ്റർ. യെസ്, ഇപ്പോൾ ഉള്ള നിങ്ങൾ ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെ? യെസ്, ദിൽന, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് വരുന്നത്. യെസ്, എക്സാക്ട്ലി. സോഷ്യൽ ചേഞ്ച്, ആശ, വെരി ഗുഡ്. നന്ദ, ഫൈൻ. അപ്പൊ അത് കണ്ടെത്തുക. അത് നമ്മൾ ഓർക്കണം. നമ്മൾ തളർന്ന് പഠിക്കാൻ പറ്റാതെ മൂഡ് ഓഫ് ആയിട്ട് നമ്മൾ ഇതിലേക്കാണ് എനിക്ക് എത്തേണ്ടത്, തളർന്നിരിക്കാൻ ടൈം ഇല്ല എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് എത്തണം. വീഡിയോ ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ വൈ എന്താണെന്നുള്ളത്, അല്ലെ? ഓക്കെ, ലോഹിത് എന്തോ വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു സുഖം ഒന്ന് വേറെ ആണല്ലോ എന്ന് പറയുന്നത്, അല്ലെ? യെസ് ജിതിൻ, വെരി ഗുഡ്. ഹാപ്പിനെസ് ഓഫ് യുവർ ഫാമിലി. യെസ്, കുടുംബത്തിലെ സന്തോഷം, അല്ലെ? വെരി ഗുഡ്. അത് ഭയങ്കര അൺപാരലാണ്. നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീട്ടുകാരുടെ ആ കണ്ണുകളിൽ വരുന്ന ഒരു പ്രൗഡ് ഫീൽ ഉണ്ടല്ലോ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്കിനി പോകാനുള്ളത് കുറച്ച് ടെക്നിക്സിലേക്കാണ്. നമ്മളിത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ആയി. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ടെക്നിക്സ് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളൂ, അല്ലെ? അപ്പൊ ടു മേക്ക് മൈസെൽഫ് പ്രൗഡ്, നമുക്ക് നമ്മളോട് സംബന്ധിച്ച് അഭിമാനം തോന്നാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് ഒക്കെ കൂട്ടാൻ സഹായിക്കും. പെർഫെക്റ്റ്. ഓക്കെ, ഗ്രേറ്റ് റീമ. ഐ ലൈക്ക് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. അതായത് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ സ്വന്തം കാർഡ് എടുത്ത് വീശണം, അല്ലെ? യെസ്, ദാറ്റ്സ് റിയലി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സയൻസ് ബേസ്ഡ് ടിപ്സിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ അല്ല നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്, ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ, സിസ്റ്റംസ്, ടൂൾസ്, ഡിസിപ്ലിൻ. ഇത് സെറ്റ് ആണെങ്കിൽ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചോളൂ, അല്ലെ? ഒന്നാമതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വലിയ വലിയ ഗോളുകൾ സെറ്റ് ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ച് വേവലാതിപ്പെടാതിരിക്കുക. അപ്പൊ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകണമെന്നിരിക്കട്ടെ, അത് വലിയൊരു ടാസ്കാണ്, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കത് ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു 4 ദിവസം, ഒരാഴ്ച എടുത്ത് 200 കിലോമീറ്റർ, നാളെ 200 കിലോമീറ്റർ, അങ്ങനെ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഇരിക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങ് പഠിച്ച് തീർക്കാം എന്നുള്ള ലെവലിൽ പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ ജീവിതം വെറുത്തു പോകും. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന അർത്ഥം എന്താണ് പറയാം, ഈ എക്കണോമിക്സ് ഇപ്പം പഠിച്ചങ്ങ് മറിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററി ഞാൻ ഇപ്പം കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം കാണത്തില്ല. വി വിൽ ബി ഡിപ്രസ്ഡ്. പക്ഷേ നിങ്ങൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്നു, 1 വേർഡ് അറ്റ് എ ടൈം. ഞാൻ ആ ഒരു പേജിലെ ഒരു വാക്ക് ഇപ്പം പഠിക്കും, 2 വാക്ക് പഠിച്ചു, 1 പാരഗ്രാഫ് അറ്റ് എ ടൈം. എക്കണോമിക്സ് ഞാൻ പഠിച്ചെടുക്കും, ഓക്കെ. പക്ഷേ അറ്റ് ദിസ് മൊമെന്റ് ഓഫ് ടൈം ഞാൻ ഈ വലിയ ഗോളിനെ ചെറിയ ചെറിയ ഗോളായിട്ട് ബ്രേക്ക് ചെയ്യാം. ഇപ്പം എക്കണോമിക്സിന് 50 പേജുള്ള ഒരു PDF ഉണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുക, ആദ്യത്തെ ഒരു വാക്ക്, 1 വേർഡ് കണക്ട് ചെയ്ത് ഒരു പാരഗ്രാഫ് ഞാൻ പഠിക്കും, പിന്നെ ഒരു പേജ് പഠിക്കും. അങ്ങനെ ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതൊന്നും. ഇപ്പൊ എവറസ്റ്റ് കീഴടക്കണമെങ്കിലും ബേബി സ്റ്റെപ്സ് എടുത്ത് പെതുക്കെ പെതുക്കെ ഓരോ സ്റ്റെപ്സ് എടുത്ത് മാത്രമേ കീഴടക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മൾ പോമഡോറോ ടെക്നിക് ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെ?
ഡെയിലി ഒരു 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചേക്കാം എന്ന് പറഞ്ഞ് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ അത് പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യണം. പോമഡോറോ 25 മിനിറ്റ് പഠിക്കും, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും, പിന്നെ 25 മിനിറ്റ് പഠിക്കും, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 4 സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ കൺസിസ്റ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എത്ര മണിക്കൂർ, 10-12 മണിക്കൂർ നമുക്ക് സ്റ്റഡി ടൈം പുഷ് ചെയ്യാം. ഞങ്ങൾക്ക് റെക്കോർഡ് വന്നിട്ടുള്ളത് 11.5-12 മണിക്കൂർ വരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വേറെ എക്സാം എടുക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകും, വേറെ മാർഗമൊന്നും ഇല്ല അല്ലെ. ആ ഒരു വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി നമ്മൾ ഇതൊക്കെ ചെയ്തു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ യൂസ് ദിസ്, ബ്രേക്ക് ബിഗ് ഗോൾസ് ഇൻ സ്മോൾ ചങ്ക്സ്. പിന്നെ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം വേണം. നിനക്ക് ഉത്തരവാദിത്വം, വീട്ടുകാർ തിരിഞ്ഞു ഉത്തരവാദിത്വം ഉണ്ടോടാ, ഉത്തരവാദിത്വം ഉണ്ടോ, നീ ഇങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ ചോദിക്കണം നാട്ടുകാർക്ക്. നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ അങ്ങനെ പറയുന്ന ഉത്തരവാദിത്വം അല്ല. ഇത് സംതിങ് ഡിഫറെന്റ്. അക്കൗണ്ടബിലിറ്റി നമുക്ക് നമ്മളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. നാട്ടുകാരുടെ വീട്ടുകാരുടെ ഉള്ള ഉത്തരവാദിത്വം ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എൻ അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് അവർ സെൽഫ്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന വ്യക്തിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ഓരോ ദിവസവും നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് എന്താണ് ഇന്നത്തെ ദിവസം ഞാൻ പുതിയതായി പഠിച്ചത്, ഇത് ജസ്റ്റ് ഒരു ബുള്ളറ്റ് പോയിന്റിൽ നോട്ട് ചെയ്യുക. അതിന് ഞാൻ എക്കണോമിക്സിനകത്ത് മോണിറ്ററി പോളിസി കുറിച്ച് പഠിച്ചു കേട്ടോ, അല്ലെങ്കിൽ കേരള എക്കണോമി ഓവർവ്യൂ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ ദിവസവും അങ്ങനെ എഴുതാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാണണം. സി കിട്ടും, എന്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ചുമ്മാ പത്രം മാത്രം വായിച്ചാൽ നമുക്ക് എന്തെങ്കിലും പുതിയ ഡേറ്റ. അപ്പൊ ഓരോ ദിവസം പുതിയ ഡേറ്റ നമ്മൾ തലയിലേക്ക് ഫീഡ് ചെയ്തിരിക്കണം. അത് എന്താണെന്നുള്ളത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്ന അക്കൗണ്ടബിലിറ്റി. ഈ ഡയറിയിൽ എഴുതാൻ ഒന്നും കിട്ടാത്ത ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഡേ ഈസ് എ ഫെയിലിയർ. ഇത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യം. അതിൽ നിങ്ങൾ പഠിച്ച പുതിയൊരു സ്കില്ലാവാം, അല്ലെങ്കിൽ പഠിച്ച പുതിയൊരു കോൺസെപ്റ്റ് ആവാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ബുക്കിനകത്ത് ഇത് എഴുതാം അല്ലെ. ഡിസിപ്ലിനെ പറ്റി കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തു നിങ്ങൾക്ക് എഴുതാം. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ എഴുതാൻ എന്തെങ്കിലും കാണണം. എഴുതുന്ന കാര്യം ജെനുവിനുമായിരിക്കണം. നേരത്തെ പഠിച്ച കാര്യമല്ല, പുതിയതായി നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ചെയ്ത് ഒരു വീക്ക്, ഒരാഴ്ച കഴിയുമ്പോൾ ഇത് റിവ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു സമാധാനം ഉണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു അല്ലെ. അത് എക്സ്പ്ലോറേഷൻ മൈൻഡ് സെറ്റ്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരത്തെ അറിയാതെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അന്ന് പഠിച്ച് നിങ്ങൾ ഇന്ന് മറന്നു പോയിട്ടുണ്ടാവാം, സാരമില്ല, നമുക്ക് ഇതിന്റെ റിവിഷൻ നടത്താലോ. നമുക്ക് പഠിക്കുന്ന എല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അപ്പോഴത്തേക്ക് മറന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് റിവ്യൂ എടുക്കുമ്പോൾ അന്ന് പഠിച്ചത് മറന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് പോയി റിവിഷൻ നടത്തിയാൽ മതി. ഈ അക്കൗണ്ടബിലിറ്റി മെക്കാനിസം നിങ്ങളോട് ഉത്തരവാദിത്വം കാണിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ ആ വൈ എന്നുള്ള ചോദ്യത്തിലേക്ക് അടുത്ത് എത്താനും പറ്റും, ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനും പറ്റും. സർവോപരി നമുക്ക് കുറച്ച് ഒരു ഷെയിം വരും. ചില ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഷെയിം, അത് മോശമായിപ്പോയി വെച്ച് നമ്മുടെ ഉള്ളിൽ വരും. നമ്മുടെ സെൽഫ് എസ്റ്റീമിന്റെ ഇമ്പോർട്ടൻസ് അതാണ് പറയുന്നത്. അപ്പോ അക്കൗണ്ടബിലിറ്റി മെക്കാനിസം കൃത്യമായിട്ട് കീപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? ഇത് ചെയ്യോ? ഇന്ന് മുതൽ ഒരു അക്കൗണ്ടബിലിറ്റി ജേർണൽ, ചെറിയ ഇത്ര ഒരു ഡയറി മതി, മറ്റേ സ്പൈറൽ ഡയറി ഇട്ടുള്ള അതായാലും മതി, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോട്ട് പാഡിന് അത് നോട്ട് ചെയ്താലും മതി. അക്കൗണ്ടബിലിറ്റി ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് എല്ലാവരും എനിക്ക് ഉറപ്പ് തന്നെ. അക്കൗണ്ടബിലിറ്റി ജേർണലിംഗ്, യെസ്, വെരി ഗുഡ്. ഷഹന, യെസ്, എല്ലാവരും പറയൂ. നന്ദ, എക്സാക്ട്ലി, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് ഇന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ്, ഇന്ന് പോയി ട്രൈ ചെയ്യും. പക്ഷെ നാളെ ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഡിസിപ്ലിന്റെ പ്രസക്തി. ഇപ്പൊ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അഡ്രിനാലിൻ റഷ് ഉണ്ട്, ഡോപ്പമിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ഷൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് പോകും. മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സ്കാമിൽ വീഴരുത്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ടൂൾ ബിൽഡ് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസം കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബിൽഡ് ചെയ്യാനുള്ള ഒരു ചുടുകട്ട, ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അക്കൗണ്ടബിലിറ്റി ജേർണലിംഗ്. ചെയ്തേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ്. ഇത് വലിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ടൊന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഷോർട്ട് സെഷൻ ആണ്. പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം. പല സ്റ്റുഡൻസും മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വയം ഒരു തോന്നുന്നുണ്ട്, എനിക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ളൂ, എനിക്ക് മാത്സ് പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ സയൻസ് പഠിക്കാനുള്ള തലച്ചോറ് എനിക്കില്ല അല്ലെ, അല്ലെങ്കിൽ ഹിസ്റ്ററി ഒന്നും എനിക്ക് പഠിച്ചെടുക്കാനേ പറ്റും. ഈ രീതിയിൽ സ്വന്തമായിട്ട് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് പറ്റുന്നത് പറയണം. അല്ലെങ്കിൽ സ്കൂളിൽ മാർക്ക് കുറയാൻ, അവിടെ മാർക്ക് കുറയാൻ എന്നൊക്കെ പറയാണ്. അങ്ങനെ പറയുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ ചളി മോട്ടിവേഷൻ അല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു പ്രസന്റ് ദം സയൻസ്. ശാസ്ത്രം നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം.
വളരെ ചർച്ച ചെയ്യപ്പെടുന്ന സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി. നിങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പണ്ട് കാലത്ത് നമ്മുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറ് ഒരു ഘട്ടം കഴിഞ്ഞ് ഗ്രോ ചെയ്യില്ല എന്നുള്ളതായിരുന്നു അല്ലെ. പല സ്കീംസും ഒക്കെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ന്യൂറൽ ഡെവലപ്മെന്റ് നടക്കില്ല. ഇപ്പൊ ഒരു 10-18 അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ തലച്ചോറ് അപ്പൊ എത്രത്തോളം അഡ്വാൻസ് അതുപോലെ നിൽക്കത്തില്ല, പിന്നെ വളരില്ല എന്നുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ ആ ഒരു ചിന്തയുണ്ട്, ഓക്കെ എനിക്ക് കുറെ കാലമായിട്ട് മാത്സ് പഠിക്കാൻ പറ്റത്തില്ല, പിന്നെ അത് പറ്റത്തില്ല, അങ്ങനെ ചിന്തയാണ്. പക്ഷെ അങ്ങനെ അല്ല. നമ്മുടെ ഓരോ മസിൽസിനെയും ട്രെയിൻ ചെയ്യുന്ന പോലെ തലച്ചോറിലെ ന്യൂറോൺസിനെയും ട്രെയിൻ ചെയ്യുക. ഇതിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇതിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ന്യൂറോൺസ് ദാറ്റ് ഫയേഴ്സ് ടുഗദർ വയേഴ്സ് ടുഗദർ എന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി ഒന്നും സ്പെല്ലിംഗ് പോലും അറിയില്ല ഒന്നിന്റെ. ബാക്കിയുള്ള കുട്ടികൾ വളരെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, മാത്സ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് നമുക്ക് ഒന്നും അറിയില്ല. വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്. പലപ്പോഴും പേരൻസ് സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് അവരെ നോക്കി ചിരിച്ചിട്ടുണ്ട്, അയ്യേ അനുദീപിന്റെ പേരനാണല്ലോ എന്നുള്ള രീതിയിൽ. കാര്യം അത്രയ്ക്ക് എന്താ പറയാ, ഒരു ഒരു വളരെ മോശം, ഈ 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു എഡ്യൂക്കേഷണൽ ലേണിംഗ് സ്കില്ലുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. വലിയ എക്സ്ട്രാ ഓർഡിനറി മാർക്കും കാര്യങ്ങളും ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, ഏതർ ഇൻ സ്കൂൾ ലൈഫ് ഓർ ഇൻ ഗ്രാജുവേഷൻ ലൈഫ്, എവിടെയാണെങ്കിലും. പക്ഷെ ആ വൈ നമ്മൾ കണ്ടെത്തി കഴിയുമല്ലോ, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് വൈ. അത് കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയെങ്കിലും പഠിക്കുന്ന വഴികൾ തേടിപ്പോകും. അവിടെയാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയുടെ സിഗ്നിഫിക്കൻസ് വരിക. എനിക്ക് ആ സമയത്ത് ഒരു പർട്ടിക്കുലർ സബ്ജക്ട് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റാതെ ഞാൻ ഇപ്പം മൾട്ടിപ്പിൾ സബ്ജക്ട്സ് അക്രോസ് PSC UPSC വേണ്ടി ഹാൻഡിൽ ചെയ്യാണ്. അതിനെ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു റീസൺ മീൻസ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ആണ്. നമുക്ക് അതിതീവ്രമായ ഒരു ആഗ്രഹം, ഒരു ടോപ്പിക് പഠിച്ചെടുക്കണം എന്ന അതിതീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്നേഹത്തോടെ ടോപ്പിക്കിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അത് തിരിച്ചും നമ്മൾ അത്ര സ്നേഹിക്കും. അത്ര ആലോചിച്ചിരുന്നാൽ മതി. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ. ഇവിടെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. പലരും നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. സ്പേസ്ഡ് റിപ്പറ്റീഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാ? അപർണ പറഞ്ഞു, അപർണയെ സംബന്ധിച്ച് കെമിസ്ട്രിയുടെ കാര്യം ഇത് തന്നെയായിരുന്നു. കെമിസ്ട്രി പണ്ട് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഈ പ്ലാസ്റ്റിസിറ്റി വന്നു നമുക്ക് എല്ലാം എന്തും പഠിച്ചെടുക്കാൻ പറ്റും, എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഒരു ബോഡിയിലെ ഒരു മസിലിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ നമുക്ക് തലച്ചോറിനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അവിടെ പ്രധാനം ചെയ്യേണ്ട സ്പേസ്ഡ് റെപ്പിറ്റേഷൻ ആണ്. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ഇന്റർവെൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിലേക്ക് ആൾക്കാർ പോകുന്ന പോലെ ഇൻഫർമേഷൻസ് എവിടെയെങ്കിലും ഒക്കെ അങ്ങ് പോകും. സോ ഒരു 5 ദിവസം, 7 ദിവസം, 8 ദിവസം, അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യം റിപ്പീറ്റേഷൻ നടത്തല്ലേ. കെമിസ്ട്രി, ഫിസിക്സ്, എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ സ്പേസ് റെപ്പിറ്റേഷൻ ഈസ് എ വെരി പവർഫുൾ ടൂൾ. അതുപോലെ തന്നെ ആക്റ്റീവ് റീകോൾ. ഇപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, സപ്പോസ് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒരു പേജ് നിങ്ങൾ പഠിച്ചു എന്നിരിക്കട്ടെ, അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നല്ല ബോറ് പരിപാടിയാണ്, എനിക്കറിയാം, നല്ല മെന്റലി സ്ട്രെയിനിങ് ആയിട്ടുള്ള പരിപാടിയാണ്. ബട്ട് ചിലപ്പോൾ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കും, ഒന്നും മനസ്സിലേക്ക് വരില്ല. പക്ഷെ നിങ്ങൾ അവിടെ തലച്ചോറിന്, നമ്മളിപ്പം ബൈസെപ്സ് വേണ്ട ബൈസെപ്സ് കർൾ ചെയ്യുന്ന പോലെ, ചെസ്റ്റ് വേണ്ട ബെഞ്ച് പ്രസ് ചെയ്യുന്ന പോലെ നിങ്ങൾ തലച്ചോറിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മസിൽസ് ഒന്നും വന്നില്ലെങ്കിലും 1 വർഷം ചെയ്ത് കഴിയുമ്പോൾ വരുമല്ലോ. അതുപോലെയാണ് തലച്ചോറിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ ആക്റ്റീവ് റീകോൾ ഇറ്റ്സ് വെരി പവർഫുൾ. ഒരു ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുന്നു, പേജ് അടച്ചു വെച്ചിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അത് പതുക്കെ പതുക്കെ നമുക്ക് ഷാർപ്പായി വന്നു. തുടക്കത്തിൽ എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ പിന്നെ ഷാർപ്പായി വരും. ഈ ആക്റ്റീവ് റീകോളും സ്പേസ്ഡ് റെപ്പിറ്റേഷനും പിന്നെ പഠിച്ചെടുക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റും പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആസ്ട്രോഫിസിക്സ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ ആ വൈ, എന്തിനു വേണ്ടി ആസ്ട്രോഫിസിക്സ് പഠിക്കണം? നിങ്ങൾ പഠിക്കേണ്ടത് UPSC ക്കും PSC ക്കും വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ആ വൈ എന്ന ചോദ്യത്തിലേക്ക് വേണം നമ്മൾ എപ്പോഴും ചെന്നെത്താൻ. മനസ്സിലായല്ലോ? ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഈസ് മാജിക്കൽ. ഇതിനെപ്പറ്റി വേണമെങ്കിൽ വളരെ വിശാലമായ ഒരു ക്ലാസ് നമുക്ക് പിന്നീട് ചെയ്യാം. നിങ്ങൾ ഇന്ന് പോയിട്ട് ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ഗൂഗിൾ ചെയ്ത് നോക്കാം. യൂട്യൂബിലൊക്കെ ധാരാളം ന്യൂറൽ സർജൻസിന്റെയും അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി ഒബ്സർവേഷൻസ് ഉണ്ട്. മോഡേൺ ഈ പറയുന്ന പോലെ എവല്യൂഷണറി സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈൻഡിങ് ആണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒബ്സർവേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ചെയ്യേണ്ടത് ഹാവ് ഫൺ വിത്ത് ഇറ്റ്. ജസ്റ്റ് ഒരു ഗെയിം എന്ന പോലെ, ഇത് എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ റോക്കറ്റ് സയൻസ് അല്ലെങ്കിൽ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന എന്തോ വലിയ സാധനം എന്നുള്ള രീതി ഇരിക്കേണ്ട.
ഇത് നമുക്ക് ഫൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാക്സിമം ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വെറൈറ്റി സ്റ്റഡീസിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് കൊണ്ടുവരാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങൾ ക്ലബ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഫോക്കസ് മോഡ് ആൻഡ് റിലാക്സ്ഡ് മോഡ്. സംഭവം ഒന്നുമില്ല, ജസ്റ്റ് പേര് പോലെ നിങ്ങൾ ഓർക്കണമെന്നില്ല, ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയത്. ഫോക്കസ് മോഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കംപ്ലീറ്റ് ഫോക്കസിൽ കോൺസെൻട്രേഷനോട് കൂടി ഭയങ്കര ഏകാഗ്രത. ഫോർ എക്സാമ്പിൾ പോമഡോറോ അല്ലെ, പോമഡോറോ 25 മിനിറ്റ് നമ്മൾ കട്ടയ്ക്ക് കുത്തിരുന്ന് പഠിക്കണം, അതാണ് ഫോക്കസ് മോഡ്. അങ്ങനെ പഠിക്കണം. അതിനോടൊപ്പം റിലാക്സ്ഡ് മോഡിലും പഠിക്കണം. എന്താ റിലാക്സ്ഡ് മോഡ്? നടന്നുകൊണ്ട് പഠിക്കാം, കിടന്നുകൊണ്ട് പഠിക്കാം, പാട്ട് കേട്ടുകൊണ്ട് പഠിക്കാം. ചില ആൾക്കാർ കുളിക്കുമ്പോൾ എന്ത് ചെയ്യും? യൂട്യൂബില് ക്ലാസ് ഓൺ ആക്കി വെച്ചിട്ട് കിടന്ന് കുളിക്കും. അതൊക്കെ റിലാക്സ്ഡ് മോഡിലുള്ള പാസീവ് ലേണിംഗ് ആണ്. ഇത് പാസീവ് ലേണിംഗ് ആണ്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ പഠിക്കുന്നെങ്കിൽ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കും, കുത്തിയിരുന്ന് ഫോക്കസ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിക്കും. അങ്ങനെ പഠിക്കുന്നതിന്റെ അരമണിക്കൂർ പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിളി പോകും. പക്ഷെ അപ്പൊ നിങ്ങൾ റിലാക്സ്ഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം. ഞാൻ ഫോക്കസ് മോഡ്, ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് ഇന്നെ പഠിക്കും, അല്ലെങ്കിൽ പഠിക്കില്ല എന്നുള്ള ചിന്ത മാറ്റി വെക്കാം. നമുക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു, നമ്മൾ ഹെക്റ്റിക് ആവുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റിലാക്സ്ഡ് മോഡിലേക്ക് മാറുക. ചുമ്മാ ഇറങ്ങി തേരാപ്പാര ടെറസിലോ വീട്ടിൽ എവിടെയെങ്കിലും പോയി പഠിക്കുക. ഓക്കെ, ഇവിടെ ചില ആൾക്കാർ പറയുന്നത് ഒരു കൂടുതൽ സമയം പാസീവ് മോഡിലാണെന്ന്. അത് വേണ്ട, ഇതിന്റെ ഒരു 50-50 എടുത്ത കുഴപ്പമില്ല. ഡെയിലി 8, 10, 12 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയാണ് പഠിക്കുന്നത്. അല്ലാതെ 12 മണിക്കൂർ ഫോക്കസ് മോഡിൽ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും വട്ടായിപ്പോ. മെന്റൽ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കും. പക്ഷെ സ്മാർട്ട് ആയിട്ട് ചെയ്യണം. റിലാക്സ് മോഡും കൂടി മിക്സ് ചെയ്ത് ഹാവ് ഫൺ വിത്ത്, അല്ലെങ്കിൽ പാർട്ടിയോട് ചെയ്യും. ചില ആൾക്കാർ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ക്ലാസ് കണ്ടോണ്ടിരിക്കുക. ഫുഡ് കഴിക്കും, ക്ലാസ് കാണും, ഫുഡ് കഴിക്കും, ക്ലാസ് കാണും. നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 50-50 ഫോക്കസ് ചെയ്ത് ചെയ്യുക. ഇതാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അനദർ തിങ്. അപ്പൊ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? ആക്റ്റീവ് റീകോളിനെ പറ്റി പറഞ്ഞു, സ്പേസ് റിപ്പറ്റീഷൻ ആൻഡ് ക്ലബിങ് ഓഫ് ഫോക്കസ് മോഡ് ആൻഡ് റിലാക്സ്ഡ് മോഡ്. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയുന്നത്, നമുക്ക് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയുടെ കാര്യം നിർത്താം, പിന്നെ നിങ്ങളുടെ വഴിക്ക് ഞാൻ വിട്ടേക്കാം. ഇവിടെ ഒരു 2 മിനിറ്റ് റൂൾ ഉണ്ട്. നേരത്തെ പറഞ്ഞു, എല്ലാവരുടെ വിചാരം മോട്ടിവേഷൻ വന്നിട്ട് ആക്ഷൻ ചെയ്യാം. ഇത് ഭൂലോക മണ്ഡലത്തിലാണ്. ആക്ഷൻ ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴേ മോട്ടിവേഷൻ വരും. ഈ ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആക്ഷൻ ഷുഡ് ഇൻഡ്യൂസ് മോട്ടിവേഷൻ. അപ്പൊ അതിന് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് നാളെ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേക്കണം എന്നാണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്നിരിക്കട്ടെ. നടക്കുന്ന കാര്യമല്ല, പക്ഷെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കാം. 6 മണിക്ക് എഴുന്നേറ്റതിന് ശേഷം ഉള്ള 2 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. എഴുന്നേക്കും, ഒന്ന് സ്ട്രെച്ച് ചെയ്യും, ചിലപ്പോൾ മുഖം ഒന്ന് പോയി കഴിവും, ചിലർ ഡയറക്റ്റ്ലി പല്ലേക്കാൻ പോകും. ആദ്യത്തെ 2 മിനിറ്റ്സ് മാത്രം ചെയ്യും എന്ന് ഒരു പ്രോമിസ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇന്നിരുന്ന്, നേരത്തെ പറഞ്ഞു സയൻസ് പല ആൾക്കാർക്കും ഡിഫിക്കൽട്ട് ആണ് അല്ലെ. സയൻസ് പഠിക്കണം എന്നിരിക്കട്ടെ. സയൻസ് ഞാൻ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കും എന്നുള്ള ലെവലിൽ പോകരുത്. ഓക്കെ, ഞാൻ അലാറം വെച്ചിട്ടുണ്ട്, 6 മണിക്ക് ഞാൻ പഠിക്കാൻ തുടങ്ങും. ആദ്യത്തെ 2 മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. 2 മിനിറ്റ് ആ പ്രോസസ് കൂടെ പോവാം. ഈ വർക്ക്ഔട്ട് സ്റ്റാർട്ട്, ഇത് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. വർക്ക്ഔട്ട് ചെയ്യണം അല്ലെ, ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയതിനു ശേഷമുള്ള ആദ്യത്തെ 2 മിനിറ്റ് മാത്രം ഉള്ള കാര്യം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാം. നമ്മൾ വൺസ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേഷൻ വരും, നമുക്ക് ആക്ഷനിലേക്ക് പോകാൻ പറ്റും. പലപ്പോഴും റിപ്പീറ്റ് ചെയ്യണം. ചിലപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ ഫെയിൽ ആവും, രണ്ടാമത് ചെയ്യുമ്പോൾ ഫെയിൽ ആവും, മൂന്നാമത് ചെയ്യുമ്പോൾ ഫെയിൽ ആവും. 4ാമത്തെ സമയം തൊട്ട് നമ്മൾ തലച്ചോറിന് സിഗ്നൽ കൊടുക്കണം, യെസ് നമ്മൾ ചെയ്യാൻ പോവുകയാണെന്ന് സിഗ്നൽ കൊടുക്കണം. ഇത് തലച്ചോറിന് വാമപ്പ് ആവണം. ഇത് വാമപ്പിംഗ് എക്സസൈസ് മാത്രമാണ്. നമുക്ക് 5ാമത്തെ പ്രാവശ്യം ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുവാണെങ്കിലും ഫോക്കസ് only on completing the first 120 seconds of that action. ഇപ്പൊ ഇക്കിഗായി എന്നൊക്കെ പറയുന്ന ജാപ്പനീസ് പുസ്തകങ്ങളുണ്ട്, വളരെ രസമാണ്. കൈസൻ എന്നൊക്കെ പറയുന്ന ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഭയങ്കര ലോകത്തിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ട് ആൾക്കാരും ജാപ്പനീസ് പീപ്പിൾ. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം ഇതാണ്. ഇവിടുത്തെ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അക്കാഡമിക് ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യം ഇതാണ്. 2 മിനിറ്റ് റൂളും നിങ്ങൾ ഇതിലൂടെ മിക്സ് ചെയ്യുക, ആൻഡ് യു വിൽ അറ്റൈൻ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി. ഒരു ടോപ്പിക്ക്
പഠിച്ചറിയുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പുതിയൊരു ടോപ്പിക്കാണ്. അഡ്മിനിസ്ട്രേഷൻ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക്കാണ്. ഇതൊക്കെ പഠിച്ചാൽ നടക്കത്തില്ല, ഭയങ്കര ബോർഡ് സബ്ജക്റ്റ് ആണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ മനുഷ്യന്മാർ പഠിച്ചെടുക്കുന്ന സബ്ജക്റ്റ് ആണ്, നമുക്കും പഠിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ അന്യഗ്രഹ ജീവികളുമായിട്ടല്ല മത്സരിക്കുന്നത്, ശരാശരി ആയിട്ടുള്ള മലയാളികളുമായിട്ടാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾ മനസ്സിലായാൽ മതി. റൈറ്റ്. ഇപ്പൊ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ക്ലാസ്സിന്റെ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, കുട്ടികളെ കടക്കുകയാണ്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടേക്കാം, എക്സാമിന്റെ സമയമാണ്. ഞാൻ കൂടുതൽ സമയം ഇരുത്തി കത്തി അടിക്കുന്നില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വിഷ്വലൈസേഷൻ. ഭയങ്കര പവർഫുൾ ആണത്. എന്റെ ലൈഫിനെ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറെ ആൾക്കാരുടെ ലൈഫിനെ ഒക്കെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് വിഷ്വലൈസേഷൻ. ഇത് ദിവാസ്വപ്നം, ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ലൂസിഡ് ഡ്രീമിനെ പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത്. വിഷ്വലൈസേഷൻ ഈസ് സംതിങ് ഡിഫറെന്റ്. ഇത് കുറച്ചുകൂടെ പവർഫുൾ ആണ്, കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് നിങ്ങൾ ഡെയിലി ഒരു 5-10 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കണം. നിങ്ങൾ ബിസി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായി മാറ്റി വെക്കണം. അതാണ് നമ്മൾ പറയുന്നത്, അല്ലെ? കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ബിസി ആണെന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല, അതൊരു റീസൺ ആണ്. മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആണ് ദാറ്റ് യു ആർ ബിസി. ഓക്കെ, നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഇപ്പം ഒരു ജോബ്, അല്ലെ, നല്ലൊരു ജോബ്, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്ലഷർ, ഫീലിങ്സ്, ഇമോഷൻ, സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ ആ വൈ എന്ന് ചോദ്യം, അല്ലെ? വൈ ഇത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു പ്ലഷർ നിങ്ങൾ ഡെയിലി ആർട്ടിഫിഷ്യലായി സ്വയം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് ഭയങ്കര ഫോളിഷ് പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇപ്പം ഫോർമുല F1 റേസേഴ്സ്, ഇപ്പൊ മൈക്കിൾ ഫെൽപ്സ് ഉണ്ട്, അല്ലെ? മറ്റേ സ്വിമ്മിംഗ് താരമാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള വ്യക്തിയുള്ള ഒരാളാണ്. അവരൊക്കെ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്. പിന്നെ അവര് മൈക്കിൾ ഫെൽപ്സ് ഒക്കെ ഒരു കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഓരോ സ്ട്രോക്കും, കിട്ടുന്ന ഓരോ മെഡലും, കിട്ടുന്ന ഓരോ ആ മെഡൽ കിട്ടി കഴിയുമ്പോൾ സന്തോഷവും പ്ലഷറും എല്ലാം അദ്ദേഹം വിഷ്വലൈസ് ചെയ്യും. അതിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി വരുന്ന തലച്ചോറ് പല പല മാർഗങ്ങളും കണ്ടെത്തും. F1 ഫോർമുല റൈസേഴ്സിന്റെ കാര്യം അതാണ്. എക്സാക്ട്ലി. കുറെ ആൾക്കാർ ടെസ്റ്റ് മണീസ് റീമൊക്കെ പറയുന്നുണ്ട്. യെസ്, വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇതല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. സ്പീച്ചിന്റെ കാര്യം എക്സാക്ട്ലി ലോഹിത്, എക്സാക്ട്ലി. അപ്പൊ അത് വളരെ പവർഫുൾ ആണ്. ചുമ്മാ ആയാലും ദിവാസ്വപ്നം കാണുന്ന പരിപാടി അല്ല ഇത്. കാര്യം ഇവിടെ നമുക്ക് ആ ഇമോഷൻസുമായി ടച്ച് ചെയ്യാൻ പറ്റണം, ആ ഇമോഷൻസുമായി കൊളാബറേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ചേഞ്ച് വരുന്നത്. ദിസ് ഈസ് ഹൈലി എഫക്റ്റീവ്. ഡെയിലി നിങ്ങൾ ചെയ്യുക. സപ്പോസ് നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിരിക്കട്ടെ, പക്ഷെ അത് പഠിച്ചെടുക്കാൻ പറ്റിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെൻസ് ഓഫ് എന്താ പറയുക, അക്കംപ്ലിഷ്മെന്റ് എന്നൊക്കെ പറയാം, അല്ലെ? അതുണ്ടല്ലോ. അത് നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ആവും. അപ്പൊ അതാണ് വിഷ്വലൈസേഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ എളുപ്പപ്പണിയല്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഇറ്റ്സ് ആൻ അടൂർ ഗോപാലകൃഷ്ണൻ മൂവി. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാ. ഷുഗർ കോട്ട് ചെയ്ത് മോട്ടിവേറ്റഡ് ആവും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ മോട്ടിവേഷൻ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളൊരു കാര്യമല്ല. അത് ഷോർട്ട് ലിവ്ഡ് ആണ്. കറക്റ്റ് ഉപ്പിടുന്ന പോലെ കുറച്ചേ കാണുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേരുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ സ്റ്റഡീസ് ആയാലും ലൈഫ് ആണെങ്കിലും എന്തിലാണെങ്കിലും ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ ഉള്ളത്. അപ്പൊ ഇതെല്ലാം ചെയ്ത് നോക്കൂ. എല്ലാവരും കമന്റ് ചെയ്തേ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു, ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി എന്ത് തോന്നുന്നു എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാട്ടോ.